ഹലോ. അപ്പോൾ ഇന്ന് കുറച്ച് കൃഷി വിശേഷങ്ങളായാലോ. അമ്മ ഇത്തവണ ഒരുമാതിരിപ്പെട്ട എല്ലാത്തരം പച്ചക്കറികളും പരീക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ തന്നെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ഇതുപോലെ കൃഷി ചെയ്തെടുത്തു കഴിഞ്ഞാൽ വിഷമടിക്കാത്ത പച്ചക്കറി നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതല്ലേ അല്ലേ. കുട്ടികൾക്കും അത് വളരെ നല്ല കാര്യമാണ്. ഇനിയിപ്പോൾ സ്കൂൾ തുറപ്പും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഉപകാരം തന്നെയാണ് കേട്ടോ, അമ്മയുടെ ഈ ചെറിയ കൃഷി രീതി. ഞാനും വീട്ടിൽ കുറച്ചൊക്കെ നമ്മളാവുന്ന വിധത്തിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഗ്രോ ബാഗിൽ അവിടെ ഇങ്ങനെ മണ്ണിൽ നടാൻ പറ്റിയ സൗകര്യമില്ല, പക്ഷേ നമ്മൾ ഗ്രോ ബാഗിൽ അത്യാവശ്യം പച്ചക്കറികളും പിന്നെ അതേണക്ക് തന്നെ ചെറിയ വീപ്പുകളിലായിട്ട് ഫലവർഗ തൈകളും, അതായത് മാവും അതുപോലെ നമ്മൾ ബുഷ് ഓറഞ്ച് നട്ടിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ പേരയും ഒക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടുത്തെ കാര്യം പറഞ്ഞാൽ ഇത്തവണ ഒരു പരീക്ഷണം പോലെ നമ്മൾ അമരപ്പയർ നട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഈ കാണുന്നത് അമരപ്പയറാണ് കേട്ടോ. ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് അമ്മ അമരപ്പയർ പരീക്ഷിച്ച് നോക്കുന്നത്. നമ്മൾ കൃഷിഭവനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ വിത്ത്. അപ്പോൾ അമരപ്പയർ നല്ല ഇഷ്ടം പോലെ കായ്ച്ചിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ ചുവട്ടീനെ അങ്ങ് കായ പിടിക്കും. നമ്മൾ സാധാരണ പച്ചക്കറി കടയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന അമരപ്പയറും ഇതും കൂടെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടെന്ന് തന്നെ പറഞ്ഞു. കാര്യം അതിത്തിരി ചിലതൊക്കെ മൂത്തതായിരിക്കും. ഇത് നല്ല ഇളവനെ നമ്മൾ പറിച്ചെടുത്തിട്ട് തോരനൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് കണ്ടോ, നല്ല ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. ഒരു തോരൻ വെക്കാനും വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന് പറിച്ചതാണ് കേട്ടോ. അതുപോലെ തന്നെ വെണ്ടത് ഈ ഒരു വെറൈറ്റിയാണ് ഇത്തവണ നട്ടത്. കഴിഞ്ഞ തവണ ഒരു ചുമന്ന വെറൈറ്റിയാണ്, കാളക്കൊമ്പൻ വെണ്ട പറയും, ആ ടൈപ്പായിരുന്നു നട്ടിരുന്നത്. ഇത്തവണ അതാണ്ട് പച്ച വെണ്ട, നമ്മൾ സാധാ വെണ്ടയ്ക്ക, അതാണ് നട്ടിരിക്കുന്നത്. ഇഷ്ടം പോലെ കായ്ച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ വന്നിട്ട് അമ്മ കൃഷി ചെയ്യുന്നത് ഒടിച്ചൊട്ടത്തുകൊണ്ട് പോകുന്നു അങ്ങനൊരു ധാരണ വേണ്ട കേട്ടോ. നമ്മളും വീട്ടിലും അത്യാവശ്യം ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. വെണ്ടയ്ക്ക അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ പാവൽ നോക്കിയിരുന്നു, പക്ഷേ പാകമായിട്ടില്ല. പിന്നെ നമ്മൾ കുക്കുമ്പർ ഒരു 2-3 നിപ്പുണ്ടായിരുന്നു, അതും പറിച്ചു. അമ്മ അതേ കാച്ചിൽ ചാക്കിൽ വെച്ചിട്ട് അതിന് കയറ് കെട്ടി കൊടുക്കുക പടരാൻ വേണ്ടി കേട്ടോ. കാച്ചിൽ ചാക്കിൽ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമ്മൾ പാകമായി കഴിയുമ്പോൾ എടുക്കാൻ എളുപ്പം കേട്ടോ. അതുപോലെ തന്നെ കണ്ട ചെറിയ കുക്കുമ്പർ വരുന്നതിനകത്തെല്ലാം കവർ കെട്ടി കൊടുക്കും. അത് ഈച്ച കുത്താതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഉപകാരമാണ് കേട്ടോ. ചക്കു അതെല്ലാം പിടിച്ച് നോക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ കായ്ച്ചിട്ടുണ്ട് ഇതവണ കുക്കുമ്പർ നട്ടത്. പിന്നെ ഇത് കണ്ടോ, ഇതൊരു ഔഷധ സസ്യമാണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ നമ്മൾ ശതാവരി എന്ന് പറയും. അത് ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ളൊരു സാധനമാണ്. ഒരു കിഴങ്ങാണ്. അത് നമ്മൾ ചാക്കിലാണ് അമ്മ നട്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ മണ്ണൊരുക്കുന്നത് എന്താ വെച്ചാൽ ഇഞ്ചി നടാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ വീട്ടിലെ കൃഷി. ഗ്രോ ബാഗിൽ നട്ട കുമ്പളമായത് കേട്ടോ. ഇത് അമ്മ വിത്ത് തന്നിട്ട് ഞാൻ കൊണ്ട് നട്ടതാണേ. അത്യാവശ്യം 3-4 കാ ഉണ്ടായിട്ടുണ്ട്. അതിലൊരെണ്ണം പാകമായപ്പോൾ പൊട്ടിച്ചെടുക്കുന്നതായി കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ വീപ്പയിൽ വെച്ചിരിക്കുന്ന മാവ്, ഇതിൽ കണ്ടോ മാങ്ങ പിടിച്ച് കിടക്കണ കണ്ടോ. ഇതിന് മുമ്പിട്ട് പിടിച്ചത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ, അത് പാകമായത്. പിന്നെ ബുഷ് ഓറഞ്ച് നിൽപ്പുണ്ട്. അപ്പം ഈ മാങ്ങ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഏത് വെറൈറ്റിയാണ്, പക്ഷേ നല്ല മധുരമുള്ളൊരു ഇനമാണ് കേട്ടോ. അതിനോട് അടുത്ത് തന്നെ ഞാൻ കുറച്ച് പച്ചമുളക് ചെടിച്ചട്ടിയിലായിട്ട് നട്ടിട്ടുണ്ട്. അത്യാവശ്യം കായ്ച്ചൊക്കെ നെട്ടുന്നുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനം ഇങ്ങനെ പച്ചമുളകൊക്കെ ഇവിടുന്ന് തന്നെ എടുക്കാൻ പറ്റും. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മളെ വീട്ടിൽ നട്ടിരിക്കുന്ന ചെറിയാണ്. ചെറി ഇഷ്ടംപോലെ കായ്ച്ച് നിൽക്കുന്നുണ്ടോ. ഇത് ഞാൻ ഇൻ്റർലോക്കിൻ്റെ ഒരു പീസ് ഇളക്കിയിട്ട് അവിടെ നട്ടിരിക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ചാമ്പയും നല്ലപോലെ ഇത് കായ്ച്ചിട്ടുണ്ട്. ഇതാണ് അമ്മയുടെ അടുത്തുനിന്ന് പറിച്ചെടുത്ത പച്ചക്കറികൾ കേട്ടോ. അപ്പോൾ ഞങ്ങളിത് കുറച്ച് ഇന്ന് ഇവിടെ കറിയാക്കിയിട്ട് ബാക്കി കൊണ്ടുപോകാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ വീട്ടിൽ പിടിച്ച മാങ്ങ കേട്ടോ. നല്ല മധുരമുള്ള എണ്ണമായിരുന്നേ, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ ഇത് ചിലപ്പം പിള്ളേർക്ക് വേണ്ടിയിട്ടൊരു പൊടിക്കൈ കഴിക്കുന്നത് കേട്ടോ. ഇപ്പോഴത്തെ ട്രെൻഡല്ലേ മുന്തിരിയിൽ മുളക് പൊടിയൊക്കെ ഇട്ട് കഴിക്കുന്നത്. അപ്പോൾ പിന്നെ എന്തായാലും വീഡിയോ എഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇത് കൂടി ഇരുന്നോട്ടെന്ന് വെച്ച് മുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് പുരട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ശരി, ടാറ്റാ.